4 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. റമദാൻ കഴിഞ്ഞാലും ഓർമ്മ ഉണ്ടാവണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിച്ചതാണ്. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും കാണാതെ അറിയാതിരിക്കില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിന്റെ ഹസനത്ത് ചോദിച്ച്, പരലോകത്തെ നന്മ ചോദിച്ച്, അവസാനം നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന ആ പ്രാർത്ഥന നമ്മളിപ്പോൾ ആവർത്തിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ വമനിസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ, 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. ഒരു വരിയുള്ളൂ. എന്തൊക്കെ പഠിച്ചു വെക്കണ്ടേ നമ്മള്? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന് 3 തവണ പ്രാർത്ഥിച്ചാൽ, എന്റെ വാക്കുകളല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലത്തിന്നാർ, അപ്പോൾ നരകം അവന് വേണ്ടി പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇത് ആവർത്തിക്കേണ്ട വാക്കാണ്. മൂന്നാമത്തേത്, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. നമുക്ക് അത്തഹിയാത്ത് കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. മുമ്പ് കുറച്ച് ഓവറാന്നുള്ള വർത്താന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നതിൽ മഹ്യായി വൽ മമാതി വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. ഇത് പറയാതെ, കാവല് ചോദിക്കാതെ നബി സലാം വീട്ടാറില്ലായിരുന്നു. നമ്മൾ ഇമാമിന് എന്താ കുറ്റം നോക്കാണ്? അത്തഹിയാത്ത് കൂടുതലാണ്, സുജൂദ് കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഫിത്നത്തിൽ മഹ്യായി വൽ മമാത്, ജീവിതത്തിന്റെ മരണത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വരാനിരിക്കുന്ന വിപത്തായ മസീഹു ദജ്ജാലിന്റെ വിപത്തിൽ നിന്ന് കാവൽ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കലാണ്. നാലാമത്തേത്, വിശുദ്ധ ഖുർആനിനകത്ത് വന്ന പ്രാർത്ഥനയാണ്. ഖുർആനിലെ പ്രാർത്ഥനയ്ക്ക് ശ്രേഷ്ഠത കൂടുതലാണ്. ഖുർആനിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന, അതിന് പ്രത്യേകത കൂടുതലാണ്. ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സവിശേഷ അടിമകൾ സൂറത്തുൽ ഫുർഖാനിന്റെ 65-ലും 66-ലും പറഞ്ഞു, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ഞാൻ പേജ് നമ്പർ, ആയത്ത് നമ്പറൊക്കെ പറഞ്ഞത് വീട്ടിൽ പോയിട്ടും ഇരുന്ന് തുറന്ന് പഠിച്ചത് എഴുതിയെടുക്കാനാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ 65, 66 ആയത്ത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റബ്ബേ, അത് വളരെ മോശപ്പെട്ട സങ്കേതമാണ്, താങ്ങാനാവാത്ത ശിക്ഷയാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇബാദുർ റഹ്മാന്റെ അടിമകളായ ആളുകൾ. സഹോദരങ്ങളെ, സ്വഹാബത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിനെ പറ്റി പലരും പറയാണ്, അവരൊക്കെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ശ്രമിക്കും. തണുപ്പിക്കുക, ഇബാദത്ത് കൊണ്ട് തണുപ്പിക്കുക. മരിക്കാനായി കിടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മരിക്കുന്നതിന് മുമ്പുള്ള ഉപദേശമാണ് മോനെ, സിയാമു ഫീ ശിദ്ദത്തിൽ ഹർരി ഫി സൈഫ്, നല്ല ചൂടുള്ള ദിനത്തിൽ മോനെ നോമ്പെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് പ്രത്യേകത ഉണ്ട്, ആരും ധൈര്യം കാണിക്കാത്തൊരു മേഖലയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, സൂമു യൗമൻ ശദീദൻ ഹർറുഹു ലിഹർരി യൗമിൻ നശൂർ, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ചൂടുള്ള ദിവസത്തിൽ രക്ഷപ്പെടാൻ ദുനിയാവിലെ ചൂടുള്ള ദിനങ്ങളിൽ നോമ്പെടുക്കണം മക്കളെ. വസല്ലൂ റകഅതൈൻ, ഒരു 2 റകഅത്തെങ്കിലും രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചോ. ലിദുൽമത്തിൽ ഖുബൂരി, ഖബറിന്റെ അകത്ത് ഇരുട്ട് കിടക്കുന്ന കാലത്ത് രക്ഷപ്പെടാൻ. ഖബറിന്റെ അകത്ത് ഇരുട്ടിൽ കുടുങ്ങുമ്പോൾ ദുനിയാവിലെ ഇരുട്ടിൽ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് രാത്രി നിസ്കരിക്കാൻ നോക്കിക്കോ. ഞാൻ റമദാൻ കഴിഞ്ഞാൽ തറാവീഹില്ല, റമദാൻ കഴിഞ്ഞാൽ ഖിയാമുൽ ലൈലില്ല, റമദാൻ കഴിഞ്ഞാൽ തഹജ്ജുദില്ല. ഇത് റമദാനിലെ മാത്രമുള്ള ഒരു ഇബാദത്തായി കാണണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമുൽ ലൈലിനെ പഠിപ്പിച്ചത് ശ്രേഷ്ഠമായ നമസ്കാരമായിട്ടാണ്. ഇത് ശീലിക്കാനുള്ള വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിരന്തരമായി ഒരു 3 റക്അത്തെങ്കിലും പതിവാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറി വരേണ്ടതുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും നല്ല സ്വതക്ക ഏതാണ് നബിയേ? ഖാലാ, നബി തങ്ങൾ പറഞ്ഞു, സഖയുൽ മാ, ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കലാണ്. ചൂടുകാലത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം, നമ്മുടെ കിണറിലെ വെള്ളം, നമ്മുടെ പള്ളിയിലത്തെ വെള്ളം കുടിക്കേണ്ടവർക്ക് കുടിക്കാൻ കൊടുക്കണേന് ഒരു കുറ്റമില്ല. നമ്മളാരും പോയി കുടിക്കണില്ല, പക്ഷെ വേണ്ടവർ, കിട്ടേണ്ടവരുണ്ട്. ഒരാൾക്ക് വെള്ളം കൊടുക്കലാണ് ഏറ്റവും അഫ്ളലായ സ്വതഖയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നത് പോലും നരകത്തിൽ
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം പഠിപ്പിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ പക്ഷികളും പറവകളും ജീവികളും താമസിക്കുന്നുണ്ട്. അവർക്കും വെള്ളം കൊടുക്കുന്നത് പുണ്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരിക്കലും ആ കാര്യത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും തന്നെ പിശുക്ക് കാണിക്കേണ്ടതില്ല. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ അവർ പറയും നാശം പിടിച്ച ചൂട്, ഒടുക്കത്തെ ചൂട് എന്ന ശാപസ്വരങ്ങൾ സംസാരിക്കാറുണ്ട്. പറയരുത്, ലാ തസുബ്ബുദ്ദഹ്റ, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഫഇന്നല്ലാഹു ഹുവദ്ദഹ്ർ, അല്ലാഹയാണ് കാലം എന്ന് പറയുന്നത്. ഈ ചൂടും തണുപ്പൊക്കെ പടച്ചോൻ തരുന്നതാ. അപ്പൊ അതിനെ ചീത്തരാൻ പറ്റൂല. അതിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക, രക്ഷാമാർഗം സ്വീകരിക്കുക. സുഹൃത്തുക്കളെ, ഈ ചൂടിന്റെ അപ്പുറത്ത് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരമില്ലാത്ത നരകത്തിലേക്ക് വീഴുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. സൂര്യന്റെ ചൂട് ഇതാണെങ്കിൽ നരകത്തിന്റെ ചൂട് 69 ഇരട്ടി ചൂടാണ് നരകത്തിനുള്ളത്. ദുനിയാവിന്റെ മാക്സിമം ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്തിലേക്ക് ചില മനുഷ്യരെ കൊണ്ടുപോയി ഇടാണ്. പ്രത്യേകിച്ചും കാഫിരീങ്ങളായ മുകദ്ദിബീങ്ങളായ നന്ദികെട്ടവരായ ആളുകൾ അതിലേക്ക് കൊണ്ടുപോയി ഇടും. അലമുറയിട്ട് അവർ കരയുകയാണ്. വഹും യസ്തരിഖൂൻ, അവരിങ്ങനെ അലമുറയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഇതിന്ന് പുറത്താക്കി തരുമോ? എന്തിനാ? നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തോളാം. ഇത് നമുക്കുള്ള ഉപദേശമാണ്. എത്ര വഅദ് കേട്ടാലും എത്ര ഉപദേശം കിട്ടിയാലും എന്തൊക്കെ കേട്ടാലും മനം മാറ്റമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിൽ വെച്ചവർ പറയും, ഞങ്ങൾ ചെയ്യാം, ഇനി റെഡിയാണ് റബ്ബേ, നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി സൽക്കർമ്മം ചെയ്യാം. ഏത് സൽക്കർമ്മം? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ ഒഴിവാക്കി പോയ കുറെ നന്മണ്ട്. ഒരു സ്വതക്ക, ഒരു 10 രൂപ കൊടുക്കാൻ മടിച്ചവർ, ഒരു ഈദ് കിസ്വയെ വിസ്മരിച്ചു പോയവർ, ഇസ്ലാമികമായ മഹത്തരമായ സ്ഥാപനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, ഭൂമി ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒട്ടനേകം സദഖാത്തുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ പൊട്ട് മടിക്കണ്ട പ്രിയപ്പെട്ടവരെ. അതുപോലെ പ്രാർത്ഥിക്കാൻ, തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിച്ച് മറന്നു പോകുന്ന മനുഷ്യർ, വിട്ടുപോകല്ലേ, തൗബ ചെയ്യാൻ ഇനിയും വിട്ടുപോകല്ലേ. ഒരു കാര്യത്തിലും ഇനി നീ നിസാരമായി ഒരു നന്മയെയും ചെറുതായി കാണല്ലേ. നരകക്കാര് അവിടെ എത്തിയിട്ട് അവർ അതിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഖാലൂ റബ്ബനാ ഗലബത അലൈനാ ശഖവതുനാ, റബ്ബേ ഞങ്ങൾക്ക് ദൗർഭാഗ്യം, ഞങ്ങൾക്ക് കൂടുതലായി, ഞങ്ങളെ അതിജയിച്ചു പോയി, കവിഞ്ഞുപോയി, ഞങ്ങൾക്ക് ഭാഗ്യമല്ല. ഇത്രയൊക്കെ ചാൻസ് ദുനിയാവിൽ തന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് എത്തിപ്പെട്ടത്. ഞങ്ങൾ ആരായിരുന്നു? വകുന്നാ ഖൗമല്ലാലീൻ, വഴിതെറ്റി ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. ഹറാമ് ശ്രദ്ധിച്ചില്ല, ഹലാലിനെ പരിഗണിച്ചില്ല, ഇസ്ലാമിക നിയമങ്ങൾക്ക് പുച്ഛമായ സമീപന രീതിയായിരുന്നു. അള്ളാന്റെ കലാമ് കേട്ടാലും അള്ളാന്റെ ആയത്ത് കണ്ടാലും ഞങ്ങൾക്ക് അതിനോടൊക്കെ ഒരു പിഴച്ച രീതിയായിരുന്നു. ഞങ്ങൾ വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബേ ഞങ്ങൾ ഒന്ന് പുറത്താക്കി തന്നാൽ, ഫൈൻ ഉദ്നാ ഫൈനാ ളാലിമൂൻ, എന്നിട്ട് ഞങ്ങളും ഇനിയും പിഴച്ച് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ളാലിമീങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇനി പിഴക്കൂല റബ്ബേ, ഇനി ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് വിട്ടാ ഞങ്ങൾ നന്നാകാം. അല്ലാഹുവിന്റെ മറുപടി, ഖാല യഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അതൊന്ന് അർത്ഥം വെച്ച് വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്ക്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 106 മുതൽ 108 വരെയുള്ള ആയത്ത്. യഖ്സഊ ഫീഹാ, നിന്ദ്യരായി നരകത്തിൽ കഴിയാ. വലാ തുകല്ലിമൂൻ, ഇനി മിണ്ടിപ്പോകരുത്, ഇനി മിണ്ടരുത്. പറയാനുള്ള എല്ലാ ചാൻസും കഴിഞ്ഞു. പ്രാർത്ഥിക്കായിരുന്നു നിങ്ങൾക്ക്, നന്നാവായിരുന്നു നിങ്ങൾക്ക്, രക്ഷപ്പെടാമായിരുന്നു. റമദാനായിട്ട് നന്നാകാൻ ഒരുങ്ങാത്തവരെ ഈ വാക്ക് നമ്മുടെ തലയിൽ തറക്കണം. ഇനിയും മാറ്റിവെക്കാൻ പറ്റാത്ത ദുശ്ശീലങ്ങളും മാറ്റാൻ മടിച്ചവരെ, ഞങ്ങൾ എന്തിനും തയ്യാർ, ഒന്ന് മടക്കി തരുമെന്ന് ചോദിക്കുന്ന ഒരു ചാൻസ് ഇല്ലാത്തൊരു ലോകത്ത് റമദാൻ നമ്മുടെ മുമ്പിൽ തന്ന കാരുണ്യമാണ്, അങ്ങേയറ്റത്തെ അള്ളാഹുവിന്റെ മഹത്തരമായ ഫضലാണ്. ഇത് കളയരുത്. ഇത് നന്നാകാനുള്ള മാസമാണ്. ഒരു മാസം തൽക്കാലത്തിനൊരു വേഷം കിട്ടിയ അവസ്ഥയായി നമുക്ക് മാറരുത്. നരകത്തിന്റെ ഇന്ധനം ആരാവഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും കത്തിക്കുന്നതാണ് നരകം. ഈ മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിലിട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക്. കല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും വെണ്ണീരായി ചാത്തത് അങ്ങ് ജീർണിച്ചു പോകാത്തതാണെങ്കിൽ ആ കല്ലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ കൊണ്ടുപോയി അതിലിട്ടാൽ തലയോട്ടിയവരെ കരിച്ചു കളയുന്നതാണ് നരകം. ഇപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ
ആ തലയോട്ടിനെ എത്ര ഭദ്രമായിട്ട് എത്ര പണിയെടുക്കണം അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. ആ തലയോട്ടിയെ പോലും നരകത്തിന്റെ തീയിലേക്ക് ഇട്ടാൽ പൊളിച്ചു കളയും. കല്ലാ ഇന്നഹാ ലളാ നസാഅതൻ ലിശ്ശവാ. വെട്ടിപ്പൊളിച്ച് തകർക്കുന്ന ആ തീയിന്റെ ചൂടിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നീ ഒന്ന് കണ്ടാൽ തീപ്പൊരികൾ പാറിക്കൊണ്ടിരിക്കും, കൊട്ടാര സമാനമായിരിക്കും. വലിയ വലിയ കൊട്ടാരം കാണുന്ന പോലെ തീപ്പൊരികൾ മേലേക്ക് പാറും. എന്റെ വാക്കല്ല പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആനാ പറയുന്നത്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. കൊട്ടാരം കണക്കിന് തീപ്പൊരികൾ ഉയർന്നു കൊണ്ടിരിക്കും. എത്രയാളെ കൊണ്ടുപോയിട്ടാലും കോടികളെ കൊണ്ടുവന്ന് ഇട്ടാലും നിറയാത്ത നരകം. വതഖൂലു ഹൽ മിൻ മസീദ്. എത്രയുണ്ടെങ്കിലും കൊള്ളാൻ മാത്രം വലുപ്പമുള്ള വിശാലമായ നരകം. 70,000 കണ്ണികളുള്ള ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരികയാണ്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. ഈ നരകം ഇങ്ങനെ കൊണ്ടുവന്ന് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കും, നന്നായാ മതിയായിരുന്നു, വേണ്ടാത്തതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു, ആ ഉപദേശങ്ങൾ കേട്ടാ മതിയായിരുന്നു, വാപ്പാനോടും ഉമ്മാനോടൊക്കെ മര്യാദയിൽ അനുവർത്തിച്ചാൽ മതിയായിരുന്നു, ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ നല്ല പോലെ നീതിയോടെ വർത്തിക്കേണ്ടതായിരുന്നു. നല്ല ചിന്തയും കുറ്റബോധമൊക്കെ ഉണ്ട്. അള്ളാഹ് ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ. ഇനി ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം, ഇനി ഈ ചിന്തിച്ചിട്ട് എന്താ കാര്യം? യഖൂലു, അപ്പോഴാണ് മനുഷ്യൻ പറയാ, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ജീവിതകാലത്ത് നന്നായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയണോ കുറച്ച് ഓവറാണ്, മൂപ്പര് കുറച്ച് കാട്ടിക്കൂട്ടലാണ്, മൂപ്പര് കുറേ ആവശ്യമില്ലാത്ത കാര്യം അല്ല, അങ്ങനെ വെറുതെ ചെയ്യുന്നില്ല. ഇവിടെയാണ് മനുഷ്യൻ അവന്റെ സ്വന്തം പോരായ്മകളെ കുറിച്ച് പഠിക്കണം എന്നാ പറഞ്ഞത്. നരകത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന കാഫിറിന്റെ ശരീരം, ആ ശരീരത്തെ പറയാൻ 42 മുഴം കട്ടിയുണ്ടാകും തൊലിക്ക്. അവന്റെ തേറ്റപ്പല്ലുകൾ ഉഹുദ് മലന്റെ വലുപ്പുണ്ടാകും. നരകത്തിലെ കാഫിരീങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മക്കന്റെയും മദീനന്റെയും ഇടയിലുള്ള അത്രയും സ്ഥലം അതിൽ പോകുന്നവർ, അത്രക്ക് ഭീകരാവസ്ഥയിലേക്ക് അവനെ മാറ്റും. മക്കന്റെ മദീനന്റെ ഇടയിൽ 450 കിലോമീറ്റർ, അത്രക്ക് വലുപ്പമുള്ള ആൾക്കാരായിട്ട് മാറ്റി. എന്നിട്ടാ ശിക്ഷിക്കുക. ഒരു ഭാഗം പുറത്തേക്ക് പോകില്ല. പുതിയ തൊലി ഇങ്ങനെ മാറ്റി മാറ്റി അവന് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയേറിയ അദാബാകുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ 10 നാം ഉള്ളത്. അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന 10, റമദാനിന്റെ സത്തയും കാതലുമായ 10. അത് കച്ചവടത്തിൽ മുങ്ങി, അത് വർത്താനത്തിൽ മുങ്ങി, അത് പുറത്ത് പലതിലേക്കും പല ട്രെൻഡുകളിലും ഇറങ്ങി തിരിച്ചു. പലയിടത്തും പാട്ടും പരിപാടികളും ആരംഭിച്ചു. സുഹൃത്തുക്കളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി തങ്ങൾ അവസാനത്തെ 10 ആയാൽ ഒരു മുറുക്കി ഉടുത്ത് എല്ലാം ഒന്ന് ഒരുങ്ങി, അഹ്യാ ലൈല ഐഖള അഹ്ല, കുടുംബങ്ങളെ വിളിച്ചുണർത്തി മൊത്തത്തിൽ ജീവിതത്തെ ഹയാത്താക്കുക. മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു 20 ദിവസമില്ലാത്ത അധ്വാനം അവസാനത്തെ 10 വന്നുണ്ടാകുമായിരുന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒരുപാട് നേരം നമസ്കരിക്കും. അവസാനത്തെ 10 ആയാല് ഹത്താ യുസല്ലി മിനൽ ലൈലി മാഷാ അല്ലാഹ്, ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അങ്ങനെ നീട്ടിപ്പോകും. കുറെ കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ മക്കളൊക്കെ വിളിക്കും, മക്കളെ സമയമായിട്ടുണ്ട് നീക്കും. അങ്ങനെ മൊത്തം ഉണർത്തി ഖതാദ റളിയല്ലാഹു റഹിമഹുല്ലാഹി പോലുള്ള താബിഈങ്ങൾ അവസാനത്തെ 10 വന്നാൽ ഓരോ രാത്രി ഖത്മ ചെയ്യാണ് ഖുർആൻ. ഒരു രാത്രി ഖത്മ ചെയ്യുക. അപ്പൊ എത്ര മണിക്കൂർ ഇരുന്ന് ഓതണം എന്ന് ആലോചിച്ച് നോക്കും. എഴുത്തികാഫിരിക്കണം നമ്മൾ എത്ര പേജാണ് ഓതുന്നത് ആലോചിച്ച് നോക്കും. നമ്മുടെ മൊബൈലും സംസാരങ്ങളും വർത്തമാനങ്ങളും എഴുത്തികാഫിലൂടെ പോകുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. നല്ലപോലെ ഖത്മ ചെയ്യാനുള്ള ശ്രമം. മഹാനായ ലൈലത്തുൽ ഖദ്ർ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലൈലത്തുൽ ഖദ്ർ വരുന്ന സമയത്ത് യാ മൻ ളാഅ ഉംറുഹു ഫീ ലാ ഷൈ, ആയുസ് തുലച്ച മനുഷ്യ, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദ്ർ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലൈലത്തുൽ ഖദ്റിൽ വീണ്ടെടുത്തോ. എത്ര കൊല്ലം നിനക്ക് പറ്റിയിട്ടില്ലേ, ഈ 10 ദിവസം ഉപയോഗിച്ചോ. ഇനി അതിൽ 7 ദിവസമാണ് ബാക്കിയുള്ളത്, ഉള്ളത് ഉപയോഗിച്ചോ. കാരണം അത് ആയുഷ്കാലത്തിന് സമമാണ്. 80ഉം 83ഉം കൊല്ലത്തെ നന്മയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ പോണത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവാണത്. അതിൽ തന്നെ ഒറ്റയിട്ട 2 രാവ് ഇപ്പൊ കഴിഞ്ഞുപോയി. അതിന് ഒറ്റയാക്കണ്ട. അവസാനത്തെ 10 നമ്മൾ നന്നായി ഉപയോഗിക്കാം.
ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യമായ ഖുർആൻ മുഴുവനായും കൊടുത്തു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അവസാനം ആകാശത്തിന്റെ 1-ാം ആകാശത്തിലേക്ക് ഇറക്കി കൊടുത്തു. അവിടുന്ന് നബി തങ്ങൾക്ക് 23 കൊല്ലമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ അത് ഏത് ദിവസത്തിലാണെന്നൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞു 27-നോ 29-നോ 25-നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. ലൈലത്തുൽ ഖദ്റിന്റെ അവസാനത്തെ 10-ൽ പ്രതീക്ഷിച്ചോ. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒറ്റന്ന് പ്രതീക്ഷിക്കണ്ട, ഒറ്റ ഒരു അഫ്ളലായ രീതിയാണ് 10ഉം നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിൽ ഇന്ന് ഖുതുബയിൽ പറയേണ്ട വാക്കാണ്, നിങ്ങൾക്കാർക്കെങ്കിലും അവസാനത്തെ 10-ലെ ഏതെങ്കിലും ദിനങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള 7 ദിവസം പിടിച്ചോ, അവസാനത്തെ 7 ദിവസം നന്നായി ഉപയോഗിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. റമദാനിലെ 23 ദിവസം പോയവരെ, കിട്ടാതെ പോയവരെ, ശ്രദ്ധിക്കാതെ പോയവരെ അവസാനത്തെ 7 ദിവസമെങ്കിലും പിടിച്ചോ. ഇനിയും ചാൻസാണ്, ഈ ഒരു ചാൻസ് ഇങ്ങനെ കിട്ടുക. ഇനിയും നമ്മുടെ മനസ്സതിനെ കീഴ്പ്പെട്ടു കൊടുത്തില്ലെങ്കിൽ ഇഅ്തികാഫാണ് അതിൽ ഏറ്റവും പ്രധാനം. എല്ലാവരും പള്ളിയിലെത്താൻ കഴിയാത്തവരുണ്ടാകും, ജോലിയുള്ളവരുണ്ടാകും, യാത്രകളുള്ളവരുണ്ടാകും, ആശുപത്രിയിൽ കഴിയേണ്ടവരും. അവർ അവിടെ ഇരുന്നവരെ കൊണ്ട് ഉളുവോടെ നീയത്തോടുകൂടെ ഇരുന്ന് ഖത്മ ചെയ്തും ഖുർആനോദിയും ദിക്ർ ചൊല്ലും പ്രാർത്ഥിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുക. ചിലർ തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് പള്ളി പോയിരുന്ന മാത്രമേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇല്ല, അതതിന്റെ അഫ്ളലായ രൂപമാണ്. അല്ലാതെ ഇരിക്കുന്നവർ, അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയോ പേരുണ്ടാകും. അവർ അവരുടെ വീടുകളിൽ അതബോടുകൂടെ ഇരുന്നത് പ്രതീക്ഷിക്കണം. ജോലിക്കാരൻ ജോലിയിൽ ഇരുന്ന് പ്രതീക്ഷിക്കണം. ഇങ്ങനെ മനുഷ്യർ ഓരോരുത്തരും ഇഅ്തികാഫ് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെല്ലാം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു. മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രിയാകുമ്പോൾ അവസാനത്തെ 10-ൽ യതഹജ്ജദ ബില്ലൈലി, തഹജ്ജുദ് നന്നായി നമസ്കരിക്കും, വയജ്തഹിദ ഫീഹി നന്നായി അധ്വാനിക്കും, വയുൻഹിൽ അഹ്ല കുടുംബക്കാരെ വിളിച്ചുണർത്തും, വവലദഹു ഇലസ്സലാ മക്കളെയും കുടുംബത്തെയും വിളിച്ചതിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സുഹൃത്തുക്കളെ, ഇസ്ലാം പഠിപ്പിച്ചത് പള്ളിയിലേക്ക് പരമാവധി തന്നെയും തന്റെ കുടുംബത്തെയും ലയിപ്പിക്കാനാണെങ്കിൽ പുരോഹിതന്മാർ ശ്രമിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും, നമുക്ക് അവരെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും. റമദാൻ 27-ന്റെ അന്ന് മലപ്പുറത്ത്, ഇതാ ഈ വരുന്ന 27 രാവിന്റെ അന്ന് മലപ്പുറത്ത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സംഗമം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മജ്ലിസ് എന്നാണ് നടത്തുന്നത്, ഒരു ഗ്രൗണ്ടിലാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കാൻ ആ ചാൻസ് പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട 10-നെ കൊണ്ടുപോയി പാടത്തിരുത്തിയിട്ട് അവിടെയാണ് പ്രാർത്ഥനയും തൗബയും എന്ന് പറഞ്ഞ് പണക്കൊഴുപ്പിന്റെ പണച്ചാക്കുകൾ വിരിച്ച് പണം പിരിക്കുന്ന ചടങ്ങിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിൽ ആളുകൾ പോകുമ്പോൾ കേവലം ഒരു പുരുഷന്മാരെ മാത്രമല്ല, റമദാനിന്റെ 25-ാം രാവിൽ ഈ പുരോഹിതന്മാർ മർക്കസ് നോളേജ് സിറ്റിയിലേക്ക് സ്ത്രീകളെ മാത്രം വിളിച്ചു കൊണ്ടുപോവുകയാണ്. പള്ളി പോകാൻ പാടില്ല, ഈദ്ഗാഹിൽ പോകാൻ പാടില്ല. ഇവർക്ക് വേണ്ടിടത്തെല്ലാം കൂട്ടം കൂട്ടമായി എക്സിബിഷനുകളിലെയും മറ്റു പലതിന്റെയും പേര് പറഞ്ഞ് റമദാനിൽ അവസാനത്തെ 25-ാം രാവിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 3 മണി വരെ സ്ത്രീകൾക്ക് മാത്രമായി നോളജ് സിറ്റിയിൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ പെങ്ങന്മാരെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ രീതിയിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ ഗൗരവമായി കാണണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, പള്ളികളിൽ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചുംബിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? ഭാര്യമാർക്കും പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം. ഇത്ര വരെ പഠിപ്പിച്ച മതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുണ്ടെന്ന് മജ്മൂഉൽ ഫതാവയിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്ത്രീകൾ അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 നിബന്ധനകൾ അവർ പാലിക്കണം. 1, തന്റെ വലിയിന്റെ അനുവാദം മേടിക്കണം. ബാപ്പയാണെങ്കിൽ ബാപ്പ, ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് ഞാൻ പോകട്ടെ എന്ന അനുവാദം മേടിക്കണം. 2, ഫിത്നയുടെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവണം. അവളെ ആ കാരണം കൊണ്ട് പുറത്തിറങ്ങിയതിന്റെ പേരിൽ അവൾക്ക് ഫിത്നയും ഷർറും ബാധിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. 3, അന്യപുരുഷന്മാരുമായി ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ആ കാരണം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്, അത് സൂക്ഷിക്കണം. അതല്ലാത്ത പക്ഷം സുരക്ഷിതമായി ഒരു പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ അവർക്ക് ജായിസാണെന്ന് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നബി തങ്ങൾ മദീനത്ത് വന്നിട്ട് ഒരൊറ്റ രാത്രിയിലും ഒരൊറ്റ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിലും അവസാനത്തെ 10-ലും ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ല.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവസാനത്തെ 10 ദിനങ്ങളിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖിയാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസ്സലാ, നിസ്കരിക്കാം കുറെ സമയം, വദ്ദിക്രി, ഒരുപാട് ദിക്ർ ചൊല്ലാം, വദ്ദുആഇ, നന്നായി പ്രാർത്ഥിക്കാം, വഖിറാഅത്തുൽ ഖുർആൻ, ഒരുപാട് ഖുർആൻ ഓതാം, വഗൈരി ദാലിക മിൻ വുജൂഹിൽ ഖൈർ, വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യാം. ഇഹ്തികാഫിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമായി. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ലഭിക്കുന്ന മഹത്തരമായ ഓഫറാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന, ആയുസ്സിൽ തന്നെ ചിലപ്പോൾ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു മേഖല എന്ന നിലക്ക് ഗൗരവമായി കാണണമെന്നും, അവസാന നാളുകൾ ആലസ്യത്തോടെ മടിയോടെ മറ്റു പലതിനാൽ പിറകോട്ട് വലിയുന്നതിൽ നിന്ന് വലിയ ശർറിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ വക്താക്കളായി ദീനിനെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ ഫضലും റഹ്മത്തും സ്വർഗവും നരകമോചനവും പ്രതീക്ഷിച്ച് പ്രാർത്ഥനകളോടെ കഴിയാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക.